ചൈന ആയുധങ്ങൾ അതിനുള്ള കരുത്തില്ലാതായിപ്പോയി, അല്ലെങ്കിൽ പാകിസ്ഥാനെ പറ്റിച്ചു എന്നൊക്കെയുള്ളൊരു വാദങ്ങളുണ്ട്. അതിപ്പോഴും കൺഫേംഡ് ആയിട്ടില്ല. ബട്ട് ചൈനയുടെ J-17, J-10C ഇതൊക്കെ വലിയ ഹൈ എൻഡ് 5th ജനറേഷൻ 6th ജനറേഷൻ എയർക്രാഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അത് നമ്മളുടെ ആകാശം കൊണ്ടാണ് നമ്മൾ തകർത്ത് കളഞ്ഞത്. ഇതാണ് ഇപ്പോൾ മിലിറ്ററി വിദഗ്ധന്മാർ പറയുന്നത്. മിലിറ്ററി ഒന്നും മിണ്ടിയിട്ടില്ല. അവർ, ഞാൻ പറഞ്ഞില്ലേ, ദേ ആർ യെറ്റ് ടു കണ്ടക്റ്റ്. നമ്മൾ ഏതൊക്കെ പ്ലാറ്റ്ഫോം എന്തിനൊക്കെ ഉപയോഗിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് വന്ന നഷ്ടം എന്നൊക്കെ പറഞ്ഞ് അതും ഒരു പക്ഷേ അവർ പറയുമായിരിക്കും. ഒരു സംഘർഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവില്ല. ബട്ട് ഇപ്പോൾ ഈ ആസ് സച്ച് ചൈനയുടെ ഈ J-17 ഒരു പരാജയമാണ് എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, J-17 ഉണ്ടാക്കുന്ന കമ്പനി സിങ്ഹ്വാ അങ്ങനെ എന്തോ ഒരു കമ്പനി, ആ കമ്പനിയുടെ ഷെയർ കാര്യമായിട്ട് താഴെപ്പോയി. ഒരു അൺയൂഷ്വലായിട്ടുള്ള ഡൗൺഫോൾ അതിലുണ്ടായി. അപ്പോഴാണ് J-17 പരാജയമാണ് എന്നൊരു വിലയിരുത്തലുണ്ടായത്. ചൈനയുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഒരു ആയുധവും വാർ പ്രൂവണല്ല. ചൈന യുദ്ധം ചെയ്തിട്ട് എത്ര കാലമായി? 1962 നമ്മളെ ആക്രമിച്ചതിന് ശേഷം ചൈന കാര്യമായിട്ടൊരു സ്ഥലത്തും ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അവരുടെ ആയുധങ്ങൾ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. റഷ്യ ഒന്നും ഇല്ലെങ്കിലും യുക്രൈനുമായിട്ട് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നു വർഷം 3 ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് 71 പിന്നെ 99 പാകിസ്ഥാനുമായിട്ട്. അപ്പോൾ ഈ സാധനം, ഒരു വണ്ടി ഡിസൈൻ ചെയ്ത് ഉഗ്രം വണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഷോറൂമിലിരിക്കുന്നു. ഇത് നിരത്തിൽ ഇതുവരെ ഓടിയിട്ടില്ല. ആദ്യമായിട്ട് നിരത്തിലിറക്കിയപ്പോൾ ഒരു ചെറിയ ഓട്ടോറിക്ഷയുമായിട്ട് ഇടിച്ച് ആക്സിഡൻറ്റുമായി. വാട്ട് വിൽ യു ഡു? ആ ഒരു അവസ്ഥയിൽ ചൈന നിൽക്കുന്നു എന്നാണ് വിലയിരുത്തൽ. ഞാൻ അത് കൺഫേം ആയിട്ടില്ല ഇതുവരെ, അതുകൊണ്ടാണ് ഞാനതിൽ ഒരു കൺഫേം വാക്ക് പറയാത്തത്. എനിവേ ചൈന കുഴപ്പത്തിലാണ്. അവരുടെ ആയുധങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാത്തതാണ്. സൗത്ത് ആഫ്രിക്കൻ കൺട്രീസ് എന്തൊക്കെയോ അവരുടെ ആയുധങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. ആ ഓർഡർ അവരിപ്പോൾ റീകൺസിഡർ ചെയ്യുന്നു. ക്യാൻസൽ ചെയ്തിട്ടില്ല, ബട്ട് റീകൺസിഡർ ചെയ്യും എന്ന് പറഞ്ഞ് വാർത്തയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചൈനയ്ക്ക് വലിയ നാണക്കേടാണ്.